എനിക്കെന്നല്ല, ഞങ്ങളുടെ മറുമായം താരങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 840ഓളം കഥാപാത്രം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും 840 കഥാപാത്രങ്ങൾ. അപ്പം ഇത്രയും വേഷങ്ങളൊക്കെ ചെയ്ത് ആളുകൾ അംഗീകരിച്ച് നടന്മാരെ സിനിമയിലേക്ക് വിളിക്കുന്നതിന് എന്താണ് പ്രശ്നം? ആർക്കാ തടസ്സം? ഇപ്പം മറിമായം ടീമുണ്ട്. ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഭയങ്കര കാലിബറുള്ള ഭയങ്കര കിടിലം ആക്ടേഴ്സാണ്. പക്ഷേ നിങ്ങൾ ആദ്യം സിനിമകൾ കാണുന്നില്ല. അതെന്താ? ഇത് പലരും ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പം ട്രെയിനിൽ പോകുമ്പോഴും ഏത് ഫംഗ്ഷന് പോയാലും ആളുകൾ ചോദിക്കും, എന്താ സിനിമയിലൊന്നും കാണുന്നില്ലല്ലോ നിങ്ങളെ എന്ന് പറയും. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു അനുഭവം ഉണ്ടായി എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അസോസിയേറ്റ് ഡയറക്ടർ എന്നോട് പറഞ്ഞു, വിനോദൻ ഞങ്ങളുടെ ഒരു പുതിയ സിനിമയിലേക്ക് വിനോദനെ കാസ്റ്റ് ചെയ്തിരുന്നു, അപ്പോൾ ഒരു 17 ദിവസം വേണമായിരുന്നു വിനോദനെ. അപ്പോൾ കൺട്രോളർ പറഞ്ഞു 17 ദിവസമൊന്നും മറുമായം താരങ്ങളെ കിട്ടില്ല, കാരണം അവർക്ക് മറുമായത്തിൻ്റെ ഷൂട്ടുണ്ട് അവിടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. ആരത് പറഞ്ഞത്? കൺട്രോളറാണ്. അങ്ങനെയാണ് എനിക്ക് ആ വേഷം പോയത്. ഞാൻ 17 ദിവസം ആ സിനിമയിൽ അഭിനയിക്കേണ്ട ആളാണ്, നല്ല ക്യാരക്ടറുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിക്കുകയാണ് ആരൊക്കെയോ. ഞങ്ങൾക്ക് മാസം മുഴുവൻ മറുമായത്തിൻ്റെ ഷൂട്ടാണ് എന്ന് ആരൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ മറുമായത്തിൻ്റെ ഷൂട്ട് മാസത്തിൽ 8 ദിവസമുള്ളൂ. ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് മറുമായം കാണിക്കുന്നത്. അതിനെയൊക്കെ മാസത്തിൽ 8 ദിവസം മതി എല്ലാ ശനി ഞായറിലേക്കും എപ്പിസോഡുകൾ എടുത്തു വെക്കാൻ. ബാക്കി 22 ദിവസം ഞങ്ങൾ ഫ്രീ ആണ്. പക്ഷെ ഞങ്ങളാരും വിളിക്കുന്നില്ല. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം അത് പിന്നെ ചില ആളുകൾ പറയും സീരിയൽ താരങ്ങളൊന്നും കൂടുതൽ സിനിമയിലേക്ക് എടുക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ മറിമായൊന്നും ഒരിക്കലും സീരിയൽ അല്ലല്ലോ, അതൊരു സറ്റർ അല്ലേ. വിഷമം തോന്നാറുണ്ട്. കാരണം ഈ പറഞ്ഞ നമുക്ക് കിട്ടേണ്ട ഒരു ചാൻസാണ്. ഇപ്പോൾ ആ ഒരു ചാൻസ് മതി. ഇപ്പം നമ്മുടെ ഒരു വെള്ളിയാഴ്ച മതി ഒരാളുടെ തലവര മാറാൻ, പണ്ട് പറയുന്ന സാധനങ്ങളാണ്. അപ്പം എപ്പോഴെങ്കിലും അതൊരു വിഷമം തോന്നിട്ട് എന്തിനാണ് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ തീരാത്ത വിഷയമുള്ളൂ. എനിക്കെന്നല്ല, ഞങ്ങളുടെ മറുമായം താരങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പറയുമ്പോൾ 15 വർഷമായിട്ട് മറുമായം ഒരു ചാനലിൽ നിന്ന് പോവുകയാണ്. അതൊരു അത്ഭുതമാണ്. ചാനൽ ചരിത്രത്തിലൊരു അത്ഭുതമാണ്. എന്തുകൊണ്ടാണ് ആ പരിപാടി അത്രയും ക്വാളിറ്റിയുള്ളൊരു പരിപാടിയാണത്. അത്രയും ജനസമ്മതിയുള്ള, ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു പ്രോഗ്രാമാണ് മറുമായം. ഓരോ എപ്പിസോഡിലും സിനിമയിൽ ചെല്ലുമ്പോഴും, സിനിമയിൽ അഭിനയിക്കാൻ ഞങ്ങൾ ചെല്ലുമ്പോഴും ഓരോ സിനിമാ താരങ്ങൾക്ക് മറുമായത്തിൻ്റെ വിശേഷങ്ങളാണ് കേൾക്കേണ്ടത്. മമ്മൂക്കയായാലും മോഹൻലാലായാലും പ്രിയദർശൻ സാറായാലും ഇവരെല്ലാം, സത്യനന്ദിക്കാടും, ഇവരെല്ലാം നിരന്തരമായിട്ട് മറുമായം കാണുന്ന ആളുകളാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ അതിശയമാണ്. 840ഓളം കഥാപാത്രം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും 840 കഥാപാത്രങ്ങൾ. ഭയങ്കര കോൺഫിഡൻസാണ് ഞങ്ങൾക്ക്. കാരണം ഒരു 100 തവണയെങ്കിലും ഞാൻ ഡോക്ടറായിട്ടുണ്ടാവും, ഒരു 75 തവണയെങ്കിലും ഞാൻ വില്ലേജ് ഓഫീസറായിട്ടുണ്ടാവും. ഇനി മറുമായത്തിൽ കെട്ടാൻ വേഷങ്ങളില്ല. മറുമായത്തിൽ ഇനി കെട്ടാൻ ബാക്കിയുള്ളത് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, രാഷ്ട്രപതി, കപ്പിത്താൻ, പൈലറ്റ്, ഇത്രയും വേഷങ്ങളേ ഉള്ളൂ. ബാക്കി എല്ലാ വേഷങ്ങളും കെട്ടിക്കഴിഞ്ഞു. അപ്പം ഇത്രയും വേഷങ്ങളൊക്കെ ചെയ്ത് ആളുകൾ അംഗീകരിച്ച് നടന്മാരെ സിനിമയിലേക്ക് വിളിക്കുന്നതിന് എന്താണ് പ്രശ്നം? ആർക്കാ തടസ്സം? ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ പറഞ്ഞ പോലെ സിനിമയിലെ താരം അല്ലെങ്കിൽ സീരിയൽ താരം എന്തൊരു വേർതിരിവിൻ്റെ ആവശ്യമുണ്ടോ? അഭിനയങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. അതിൽ മീറ്റേഴ്സ് മാറുമെന്നല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഇപ്പോൾ പണ്ടത്തെ ഈ നാടകത്തിൽ നിന്ന് വന്നവരല്ലേ എല്ലാ സിനിമാക്കാരും. എത്ര പേര്, ഇപ്പം നെടുമുടി വേണുചേട്ടൻ, രാജൻ പി ദേവ്, പിന്നെ ഗോപി, മുരളി, പിന്നെ ഇങ്ങനെ ഒരുപാട് താരം, ഇവരൊക്കെ നാടകത്തിൽ, KPSC ലളിത, ഇവരൊക്കെ നാടകത്തിൽ വന്ന ആളുകളാണ്. സിനിമയിലൊക്കെ അവർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തില്ലേ, തിലകൻ സാറ്. അപ്പം ഞങ്ങളൊക്കെ ഞാനും നാടകക്കാരനായിരുന്നു. മറുമായത്തിൽ എല്ലാവരും നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ളവരാണ്. ഈ മറുമായം എന്ന് പറയുന്നത് നാടകവുമല്ല, സീരിയലുമല്ല, സിനിമയല്ല, ഇതിൻ്റെ ഇടയിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ മറുമായത്തിൽ വന്ന് ഫ്ലോപ്പായി പോയ ഒരുപാട് ആളുകളുണ്ട്. പറ്റില്ല എന്ന് പറഞ്ഞ് പോയ ആളുകളുണ്ട്. സിനിമയിൽ, ഞാൻ പേര് പറയുന്നില്ല, സിനിമയിലൊരാൾ എന്നോട് ആഗ്രഹം പറഞ്ഞിട്ട് അവർ മറുമായത്തിൽ വന്ന് അഭിനയിക്കാൻ തുടങ്ങി. ഒരു 2 സീൻ അഭിനയിച്ചപ്പോഴേക്കും അവർ വന്നിട്ട്, വിനോദം എനിക്കിത് പറ്റില്ല കേട്ടോ, ഇത് ആ മീറ്റർ വല്ലാത്തൊരു മീറ്റർ, ഇത് സിനിമയല്ല, സീരിയലുമല്ല, നാടകമല്ല എന്ന് പറഞ്ഞിട്ട് പോയ ആളുകളുണ്ട്. കാരണം ഒന്നാമത് പ്രോംപ്റ്റിംഗ് ഇല്ല, സ്പോട്ട് ഡബ്ബിംഗ് ആണ്. അപ്പം നമ്മൾ ബൈഹാർട്ട് പഠിച്ച് പറയണം. ഇപ്പം ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്പോട്ട് ഇംപ്രവൈസേഷനാണ്. ഞങ്ങൾ സ്ക്രിപ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സ്പോട്ടിൽ പറയണതാണ്. അത് ഈ 15 വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു കെമിസ്ട്രി ഉണ്ട്. ആ കെമിസ്ട്രി വർക്കൗട്ട് ആവുകയാണ്. അപ്പം ഞാൻ അയാളുടെ മുന്നിൽ ചെന്നാൽ എന്ത് പറയുമെന്ന് സത്യശീലന് അറിയാമോ, ഇത് എന്താണ് പറയാൻ പോകണമെന്ന് റിയാക്ട് ചെയ്യാൻ. കറക്റ്റാണത്. ഇപ്പോൾ സ്ക്രിപ്റ്റിൽ ചിലപ്പം ശരി നിങ്ങൾ ഇന്ന് വരണം, നിങ്ങൾ മറ്റന്നാൾ വരൂ എന്നേ ഉണ്ടാവുള്ളൂ, അയാൾ തിരിച്ചു പോകുന്നു എന്നാണ് സ്ക്രിപ്റ്റിൽ ഉണ്ടാവുക. പക്ഷേ ഈ മറ്റന്നാൾ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, എന്താ ഇപ്പം നാളെ വന്നാൽ തന്നൂടെ നിങ്ങൾക്ക് എന്നൊരു ജോലി ചോദിച്ചാൽ അതിൻ്റെ മേലെ അയാൾ കയറി കൗണ്ടർ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കഥയിലില്ലാത്ത കാര്യങ്ങളാണ് പോവുക.
ആ സിറ്റുവേഷൻ മാത്രമേ തിരക്കഥയിൽ ഉണ്ടാവൂ. അതെ. പിന്നെ ഇപ്പം നമ്മൾ ചില കേസിൻ്റെ നമ്പറും ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ബൈഹാർട്ട് പഠിച്ച് പറയാം, നമ്പേഴ്സ് അല്ലെങ്കിൽ ഡേറ്റുകളൊക്കെ വരുന്ന സമയത്ത്. ബാക്കിയൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അതാണ് മറിമായത്തിൻ്റെ വിജയവും. ശരിക്കും ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം സെല്ല് ചെയ്യുന്നത് അവരുടെ ഈ പറയുന്ന യൂഷ്വലി പറയുന്നത് അവരുടെ വാല്യൂ അനുസരിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞൊരു ഒരു പടം നിങ്ങളുടെ ടീമിൻ്റെ ആയിട്ട് വന്നു. നല്ല പടമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഈ പറയുന്ന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരം കാണുന്ന ഈ പറയുന്ന താരങ്ങൾ, അതായത് ഇപ്പം മറിമായ ടീമാണ് യൂഷ്വലി പറയുന്നത്, സീരിയൽഡ് ആൾക്കാരെ എപ്പോഴും കാണുന്നതുകൊണ്ട് അവർക്കൊരു പുതുമ തോന്നത്തില്ല. പക്ഷേ നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്, നിങ്ങൾ ആക്ടേഴ്സിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ പറയുന്ന ഒരു സ്വീകാര്യത, അതായത് തിയേറ്ററുകളിലേക്ക് വരാൻ അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സിനിമ എത്തിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കുഴപ്പം കൊണ്ടാണോ, അതോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വലിയ എമൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് കൊടുത്താൽ മാത്രമേ സിനിമ കേരളത്തിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ കളിക്കാൻ പറ്റത്തുള്ളൂ? അല്ല, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ, കാരണം ഞാൻ അതിനകത്തൊരു അഭിനേതാവ് മാത്രമാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. പക്ഷേ വേണ്ടത്ര സ്വീകാര്യത ആ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ വേൾഡ് വൈഡ് ആരാധകരുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ സത്യത്തിൽ ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിരുന്നു, വല്ലാത്ത പകൽ 2014. ആ സിനിമ നല്ല സിനിമയായിരുന്നു. അതിനകത്ത് പിന്നെ ഞങ്ങൾക്ക് പുറമെ മാമുക്കോയ തുടങ്ങിയ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടായുള്ളൂ. അന്ന് ഞങ്ങളോട് ആരോ പറഞ്ഞു, ഒരു താരം നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് ബാക്കിയൊക്കെ നിങ്ങളാകുമ്പോൾ അതിന് നല്ല സ്വീകാര്യത ലഭിക്കും. ഈ സിനിമയിലും നായകനും നായികയായിട്ട് ഞങ്ങൾ 4-5 താരങ്ങളുടെ അടുത്ത് പോയതാണ്. പക്ഷെ താരങ്ങൾക്കൊന്നും സമയമില്ല. എല്ലാവരും 3 വർഷം കഴിഞ്ഞിട്ട് നോക്കാം, 2 വർഷം കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞ് കഥ മുഴുവൻ കേട്ട് കഥയൊക്കെ ഇഷ്ടമായിട്ടാണ് പലരും പറഞ്ഞത്. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ആർക്കും പറ്റുന്നില്ല. പിന്നെ ഞങ്ങളുടെ കൂടെ അഭിനയിക്കാനുള്ള വിമുഖത കൊണ്ടാണോ എന്നും പോലും ഞങ്ങൾ ചിന്തിച്ചു. നമ്മൾ പല പല വാർത്തകൾ പണ്ട് കേട്ടിട്ടുണ്ട്, കലാഭവൻ മണിയുടെ കൂടെ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ദ്രൻ സേട്ടനാണെങ്കിലും ഇന്ദ്രൻ സേട്ടൻ്റെ പേരായിട്ട് അഭിനയിക്കാൻ പറയുമ്പോൾ ചില താരങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ചേട്ടാ ഈ പണ്ട് ഈ അങ്ങനത്തെ ഒരു വേർതിരിവ് ഇപ്പോഴും ഉണ്ടോ? കാരണം നമ്മൾ പറയുന്നത് സാർ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും വിവരവുമുള്ള ആൾക്കാരുള്ള നാടാണ് കേരളം, ലിറ്ററസി റേറ്റ് 100% ആണെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പുസ്തകം അല്ലെങ്കിൽ പത്രത്തിലല്ല വാർത്തകളിൽ എഴുതാമെന്നുള്ളതല്ലാതെ പ്രാവർത്തികമാക്കാൻ മലയാളിക്ക് പറ്റുന്നില്ല. സത്യമാണത്. അല്ല, ഇപ്പോഴൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാ താരസങ്കല്പങ്ങളൊക്കെ പോയല്ലോ. താരത്തിന് 6 പൊക്കം വേണം, സൗന്ദര്യം വേണം, ഫിഗർ വേണം, അതൊക്കെ പോയി. ഒക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ കാലിബറുള്ള താരങ്ങൾ. ഇപ്പോൾ വിനായകനൊക്കെ എത്ര ഗംഭീര ക്യാരക്ടറുകൾ ചെയ്യുന്നു അല്ലേ? ഗ്ലാമർ നോക്കിയിട്ടാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ കഴിവാണ്. ആ കഴിവ് തന്നെയാണ്. കഴിവിന് ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ പഴയ ഇന്ദ്രൻ ചേട്ടനാണോ? ഞെട്ടിച്ചോണ്ടിരിക്കുകയല്ലേ, ഓരോ സിനിമയിലും ഞെട്ടിച്ചോണ്ടിരിക്കുകയല്ലേ. ആ പുള്ളിയുടെ ഇമേജ് മാറി, ഭയങ്കര ഷിഫ്റ്റായി പോയി. ഇപ്പോൾ ഈ മറുമായത്തിൽ സത്യത്തിൽ ഏതെങ്കിലും ഒരു താരം, ഞങ്ങൾ ബന്ധപ്പെട്ട 5 താരങ്ങൾ ഏതെങ്കിലും ഒരു താരമാണ് കേന്ദ്ര കഥാപാത്രമെന്ന് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ഭയങ്കര ലെവലിലേക്ക് പോകുമായിരുന്നു. പക്ഷെ പ്രൊഡ്യൂസറാണ് ഞങ്ങൾക്ക് ധൈര്യം തോന്നുന്നത്. ഇത്രയും ആളുകളുടെ അടുത്ത് പോയിട്ട് ഇവർ ആരും ബില്ലിങ്ങാതെ വന്നപ്പം നമ്മളിങ്ങനെ പോവുകയാണ്, സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് ഷൂട്ട് തുടങ്ങാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. പ്രൊഡ്യൂസർ പറഞ്ഞു, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ തന്നെ ചെയ്യും, നിങ്ങൾ തന്നെ ഒരാൾ നായകനാവും, നിങ്ങളുടെ കൂടെ തന്നെ ഒരാൾ തന്നെ നായികയാവട്ടെ, നമ്മൾ ആരെയും വെയിറ്റ് ചെയ്യണ്ട, നഷ്ടം പറഞ്ഞാൽ ഞാൻ സഹിച്ചോളാം എന്നൊരു പ്രൊഡ്യൂസർ പറഞ്ഞപ്പോഴാണ് ധൈര്യം വന്ന് അങ്ങനെ ആവട്ടെ എന്നുണ്ടെങ്കിൽ ചെയ്തത്. പക്ഷെ നഷ്ടമൊന്നുമില്ല കേട്ടോ. കാരണം അത്ര വലിയ ബഡ്ജറ്റൊന്നും വരില്ല, വലിയ ആൾക്കാർക്ക് കൊടുക്കേണ്ട ബഡ്ജറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ ഞങ്ങൾ പടം ചെയ്തു. ഇപ്പോൾ അത് OTT എടുത്തു, ഏഷ്യാനെറ്റ് സിനിമ എടുത്തു, മനോരമ OTT എടുത്തു. സംഭവം സേഫ് ലാൻഡിങ് ആണ്. പക്ഷെ ഞങ്ങൾ ഇനിയും ശ്രമിക്കും. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ സിനിമകൾ ഈ പറയുന്ന ക്രൂരതയെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇപ്പം ഒരു സിനിമ ആ സിനിമ തിയേറ്റർ OTT റിലീസില്ല, OTT റിലീസ് ചെയ്തത് ബാൻ ചെയ്യാൻ പോവാണ്, TV-യിൽ വരുന്നതും ബാൻ ചെയ്യാൻ പോവാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ചേട്ടൻ്റെ പോലത്തെ നല്ല ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നർമ്മമുള്ള ഫാമിലി റിയാലിറ്റി പറയുന്നൊരു പടം അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം. പക്ഷെ അങ്ങനെ തോന്നലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ സിനിമ ഒരു തരത്തിൽ ആളുകളെ മോശം രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചേട്ടൻ തോന്നുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് നല്ല താരങ്ങൾ ഇപ്പോൾ നല്ലൊരു വേഷമൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതുപോലൊരു ഏട്ടനായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കും.
ഇപ്പം പഴയ മോഹൻലാലിൻ്റെ ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഇതുപോലൊരു അങ്കിളായിരുന്നെങ്കിൽ, ഇതുപോലൊരു ആളായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി തമിഴാണ്. പുള്ളി സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത് രജനീകാന്തിൻ്റെ സിഗരറ്റ് കാണുന്ന സ്റ്റൈലും കൊണ്ടാണ്. അപ്പോൾ സ്വാഗിലാണ്. അപ്പം അങ്ങനെ ഈ പറയുന്ന, പക്ഷെ ഒരു കാര്യമില്ല ചേട്ടാ, ക്രിമിനലുകളുണ്ട്, അല്ലാത്തവരുണ്ട്. ഇപ്പം ഒരു ക്രിമിനൽ ആ പ്രവൃത്തി ചെയ്യുന്നത് ഈ സിനിമയുടെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറയുമ്പോഴും ഇത് സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ, സമൂഹത്തിൽ നടക്കുന്നതല്ലേ സിനിമയിലും വരുന്നത്? അത് തന്നെയാണ് വരുന്നത്. പക്ഷെ അത് കുറച്ച് ഭീകരമായിട്ട് കാണിക്കുമ്പോഴൊരു പ്രശ്നമുണ്ട്. ഈ സിനിമ എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ സിനിമ കഴിയുമ്പം നമുക്ക് ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ വേണം. നമുക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടണം. എന്തെങ്കിലും ഒരു സന്ദേശം ആ സിനിമ കൊടുക്കണം. പഴയ സിനിമകളൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പല സിനിമകളിലും സന്ദേശങ്ങളൊന്നുമില്ല. ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി കഴിഞ്ഞിട്ട് ധീരാളിയായിട്ട് ഒരാളിങ്ങനെ പോകുമ്പോൾ അതാണ് പടത്തിൻ്റെ എന്താണ് ഇവർ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് അറിയുന്നില്ല. ഇപ്പോൾ കുട്ടികൾ തോക്കെടുക്കാനും, ചെറിയ കുട്ടികൾ വരെ ഇപ്പോൾ ഒരു ടോയ് ഷോപ്പ് കയറി കഴിഞ്ഞാൽ ആൺകുട്ടികൾ തോക്ക ചൂണ്ടിക്കാണിക്കണം, എനിക്ക് അത് മതി എന്നാണ് പറയുന്നത്. പിന്നെ വെട്ടിച്ച് പഠിക്കാനുള്ള ഒരു താല്പര്യമാണ്. അപ്പോൾ പക്ഷേ ഈ ഒന്ന് ആലോചിച്ച് നോക്കിയാലേ, ഇപ്പം ഈ ഗെയിമുകളുണ്ടല്ലോ, മൊബൈലിലുള്ള ഗെയിമുകൾ, അതായത് നമ്മളൊരു കുറച്ചാൾ മുമ്പ് വരെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. ആ ഗെയിം ത്രൂ ഒത്തിരി പേര് മരണമടയുന്നു, ആത്മഹത്യ ചെയ്യുന്നു. അപ്പം ഞങ്ങൾ പരമാവധി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ, അപ്പം ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞ ഗെയിം. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ, ഇങ്ങനത്തെ വിഷയങ്ങൾ നടക്കുമ്പോൾ ഇത് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? ഇപ്പം ഏറ്റവും വലിയ തിയേറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ മൊബൈലാണ്. നമുക്ക് ഈ കൊറിയയിൽ നടക്കുന്ന ഒരു സിനിമ വരെ നമുക്ക് മൊബൈലിൽ കാണാം. അല്ല, സത്യം, നമ്മുടെ കൊറോണ കാലമാണ് കുട്ടികളിലേക്ക് മൊബൈൽ അടിച്ചേൽപ്പിക്കപ്പെട്ട സമയം. അവിടെ നിന്ന് അങ്ങോട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് മൊബൈൽ. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തിനാണ് മൊബൈൽ?